എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പം ഇന്ന് ഒരു പുതിയ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ലിനക്സ് മിൻറ്റ് എന്ന് പറയുന്ന OS എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് OS ആണ്. പോരാത്തതിന് കൂടുതൽ ലൈറ്റാണ്. പിന്നെ ഉബുണ്ടുവിനെ കഴിഞ്ഞും കുറച്ചുകൂടെ സിമ്പിളും ആയിട്ടുള്ളൊരു OS ആണ്. അപ്പം ഇത് OS ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതുപോലെ തന്നെ ബൂട്ടബിൾ USB ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ലിനക്സ് മിൻറ്റിൻ്റെ ഇൻസ്റ്റാളേഷനിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ബൂട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ലിനക്സ് മിൻറ്റ്, സ്റ്റാർട്ട് ഓൺ, അങ്ങനെയൊക്കെ കുറേ എന്താ പറയുക ഓപ്ഷനുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ കൊടുക്കേണ്ടത് സ്റ്റാർട്ട് ലിനക്സ് മിൻറ്റ് എന്നുള്ള ഓപ്ഷനാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എന്താ പറയുക USB കുത്താതെ ഇൻസ്റ്റാൾ ചെയ്യാതെ നമ്മൾ ലിനക്സ് മിൻറ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. നമുക്ക് ടെസ്റ്റിംഗ് സ്ക്രീനായിട്ടാണ് ഇപ്പോൾ ഇത് ഓപ്പൺ ആയേക്കുന്നത്. ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ മൂന്നാമത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാൾ ലിനക്സ് മിൻറ്റ്. നമ്മൾ ആ ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം ഇൻസ്റ്റാളേഷൻ്റെ സ്റ്റെപ്സ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റിലെ നമുക്ക് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു, ദെൻ കണ്ടിന്യൂ. അത് കഴിയുമ്പോൾ കീബോർഡാണ് ഇംഗ്ലീഷ് US കീബോർഡും സെലക്ട് ചെയ്തു. കീബോർഡ് ലേഔട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് കണ്ടിന്യൂ. അപ്പം ഇതിനകത്ത് മൾട്ടിമീഡിയ കോഡ്സ് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ചെക്ക് ബോക്സ് ഉണ്ട് ഇവിടെ, അതിൽ ടിക്ക് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കൂടുതൽ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഫീച്ചേഴ്സൊക്കെ നമുക്ക് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കണ്ടിന്യൂ. അത് കഴിഞ്ഞ് അടുത്ത ഫീച്ചറിലേക്ക് പോകും. ഇറേസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ ലിനക്സ് മിൻറ്റ് എന്നും പറഞ്ഞു. അപ്പോൾ അതിനകത്ത് വാർണിംഗ് ദിസ് വിൽ ഡിറ്റക്റ്റ് ഓൾ ഡിലീറ്റ് ഓൾ യുവർ പ്രോഗ്രാംസ് ഡോക്യുമെൻറ്റ് ഫയൽ. അങ്ങനെ അതായത് എല്ലാ നമ്മളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളുമൊക്കെ ഡിലീറ്റ് ചെയ്തായിരിക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം നമുക്ക് അത് തന്നെ സെലക്ട് ചെയ്യാം. കാരണം ഇതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ച കാളി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നമുക്ക് ഫോർമാറ്റ് ചെയ്ത് കളഞ്ഞ് ലിനക്സ് മിൻറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഓപ്ഷൻ തന്നെ ഇറേസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ ലിനക്സ് മിൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ നൗ കൊടുക്കാം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഡയലോഗ് ബോക്സ് വരും. അപ്പോൾ അത് നമ്മൾ ആ ചേഞ്ചസ് കണ്ടിന്യൂ കൊടുത്താൽ മതി. അത് കഴിയുമ്പോൾ ടൈം സോൺ ആണ് ചോദിക്കുന്നത്. ടൈം സോൺ ചോദിക്കുമ്പോൾ നമ്മളുടെ ഇന്ത്യയുടെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കൽക്കട്ട ഡിറ്റക്റ്റ് ആകും. അത് കഴിഞ്ഞ് വീണ്ടും കണ്ടിന്യൂ. അത് കഴിഞ്ഞ് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ പേര് കൊടുക്കാനാണ്. ഉബുണ്ടു പോലെ തന്നെയാണ് ഓൾമോസ്റ്റ്.
അതിനുശേഷം പാസ്വേഡ്, കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പാസ്വേഡ് കൊടുത്തു വേണം പോകാനായിട്ട്. പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞ് അത് കഴിഞ്ഞ് വെച്ച് നമുക്ക് ലോഗിൻ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ അവിടെ ചെക്ക് ബോക്സ് കൊടുക്കേണ്ട കാര്യമില്ല. റിക്വയർഡ് മൈ പാസ്വേഡ് ടു ലോഗിൻ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. പിന്നെ എൻക്രിപ്റ്റ് മൈ ഹോം ഫോൾഡേഴ്സ് എന്നുണ്ട്. അതിപ്പോൾ തൽക്കാലം ഞാൻ കൊടുക്കുന്നില്ല, കാരണം ഈ സിസ്റ്റം ഞാനും വീട്ടിൽ ഞാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് നമുക്കത് എൻക്രിപ്റ്റ് ചെയ്യേണ്ട. ഇനി നിങ്ങൾക്കത് എൻക്രിപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെക്ക് ബോക്സ് കൊടുക്കുക. പിന്നെ ലോഗിൻ ടൈമിൽ പാസ്വേഡ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് ചോദിക്കാതെ തന്നെ ലോഗിൻ ആകും. അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ. ഓക്കെ, പിന്നെ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കുറച്ച് ടൈം എടുക്കും. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്യാം. ഫുള്ള് ഇൻസ്റ്റാൾ ആയ ശേഷം നമ്മുടെ സാധാരണ ലിനക്സിൻ്റെ ഇൻസ്റ്റാളേഷൻ ടൈമിൽ വരുന്ന ആ ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ മീഡിയ റിമൂവ് ചെയ്ത ശേഷം റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടെസ്റ്റിംഗ് കൊടുത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ നോക്കാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് ടെസ്റ്റിംഗ് നമുക്ക് ഇവിടം കൊണ്ട് നിർത്തി ഇൻസ്റ്റാളേഷൻ മീഡിയ റിമൂവ് ചെയ്ത ശേഷം റീസ്റ്റാർട്ട് കൊടുക്കാം. റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ആദ്യം മിൻറ്റിൻ്റെ ഒരു ലോഗോ വരും. ഏതായാലും ഉബുണ്ടു പോലെയൊന്നുമല്ല, കാളിയും മിൻറ്റും ഒക്കെ ഭയങ്കര സ്പീഡായിട്ട് തന്നെ ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാസ്വേഡ് എടുത്ത് കയറാം. അപ്പം നമ്മളുടെ മിൻറ്റ് ലിനക്സ് ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞ് വന്നു. അതിൻ്റെ വെൽക്കം പേജെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് നോക്കേണ്ടതാണ്. അപ്പം ഫസ്റ്റിൽ തന്നെ കമ്പ്യൂട്ടർ എന്നും ഹോം എന്നും പറഞ്ഞ് 2 ഐക്കണുണ്ട്. തൊട്ട് താഴെ മെനു അങ്ങനെയൊക്കെ എല്ലാം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡർ ഇട്ട ശേഷം നമുക്കിത് യൂസ് ചെയ്ത് നോക്കുന്ന വീഡിയോ കൂടെ ഇടാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കിത് മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോഡ് കുറവുള്ളൊരു OS ആണ്. ഇപ്പം അത്യാവശ്യം നല്ല സ്പീഡും കിട്ടും. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ തന്നെ എന്തുമാത്രം ടൈം എടുത്തുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അധികം ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഫാസ്റ്റ് ബൂട്ടിംഗ് ആയിട്ടുള്ളൊരു OS ആണ്. അപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ തന്നെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിനകത്ത് ഞാനിനി ഒരു സ്ക്രീൻ റെക്കോർഡർ കൂടി ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് റിവ്യൂ ചെയ്ത് പറയാം. അതുപോലെ തന്നെ പിന്നെ ബേസിക്കലി ഇതിൻ്റെ കമാൻഡ്സ് എല്ലാം ഉബുണ്ടു ലിനക്സിലും അതുപോലെ കാളിയിലും എല്ലാം കമാൻഡ്സ് എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. അതിൽ വ്യത്യാസമൊന്നും വരത്തില്ല, കാരണം എല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.